ഇസ്രായേൽ ഹമാസ് സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് നാളെ റോമിലെത്തും. സംഘർഷം അവസാനിപ്പിക്കണമെന്ന പോപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് സന്ദർശനം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. വിവരങ്ങളുമായി ഐസൺ ജോസാണ് ചേരുന്നത്. ഐസൺ, പറയൂ. റോമിലെത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ പോപ്പുമായി ബെഞ്ചമിൻ നെതന്യാഹു ഫോണിൽ സംസാരിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ദിവസമാണ് ഫോണിൽ സംസാരിച്ചത്. ഈ ഫോണിൽ സംസാരിച്ചതിൽ നിന്നും നമുക്ക് ലഭ്യമായ അല്ലെങ്കിൽ വാർത്തകളായി റീഡ് ഔട്ടായി പുറത്തു വന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഹമാസുമായുള്ള വിഷയങ്ങളിൽ ചില സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് 60 ദിവസത്തെ വെടിനിർത്തൽ നടപ്പാക്കുന്നതിന് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം ബന്ദികളുടെ മോചനമാണ്. നമുക്കറിയാവുന്നതാണ്, 50ഓളം ബന്ദികളുടെ മൃതദേഹവും അല്ലാതെ ജീവിച്ചിരിക്കുന്നവരുമായി 50ഓളം ബന്ദികളുണ്ട്. ഇതിൽ 25 പേർ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ അവരുടെ മുഴുവൻ മൃതദേഹങ്ങളും അതുപോലെ തന്നെ മുഴുവൻ ജീവിച്ചിരിക്കുന്നവരെയും വിട്ടു നൽകണമെന്നൊരാവശ്യമാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ താൽക്കാലികമായി 60 ദിവസത്തേക്ക് നടത്തുന്ന വെടിനിർത്തൽ സാഹചര്യത്തിൽ 10 ബന്ദികളെയും അതുപോലെ തന്നെ 18ഓളം ബന്ദികളുടെ മൃതദേഹങ്ങളും ഇസ്രായേലിന് കൈമാറാമെന്നൊരു നിലപാടാണ് ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് അതീവ സങ്കീർണമായൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, 25 പേരിൽ കുറവ് മാത്രമാണ് ജീവിച്ചിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്നവരെ മുഴുവനായും മൃതദേഹങ്ങളും വിട്ടുകൊടുക്കണമെന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനോട് പൂർണ്ണമായും അനുകൂലമായ നിലപാടല്ല സ്വീകരിക്കുന്നത് എന്നതാണ് ഒരു സങ്കീർണ പ്രശ്നമായി നിലനിൽക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം, ഈ വെടിനിർത്തൽ നടപ്പായാൽ തുടർന്നുള്ള ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകില്ലെന്ന് അമേരിക്ക ഉറപ്പു നൽകണമെന്നൊരാവശ്യവും ഹമാസ് മുന്നോട്ട് വെച്ചിരുന്നു. ഈ രണ്ടാവശ്യങ്ങളും ഖത്തർ വഴി അറിയിക്കുകയും ചെയ്തിരുന്നു. ഖത്തറിൻ്റെ പ്രതിനിധികളുമായിരിക്കും ഇന്ന് റോമിൽ നാളെ ചർച്ചകൾ നടക്കുക എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ അടിയന്തരമായി വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രാഥമിക നീക്കങ്ങളായിരിക്കും നടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും സ്റ്റീവ് വിറ്റ്കോഫ് പല തവണ ഈ കാര്യത്തിൽ ചർച്ചകൾ നടത്തുകയും അവിടെ സന്ദർശനം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. നിലവിലെ പല അനുകൂല ഘടകങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതായത് ഇറാൻ ഏതാണ്ട് തകർന്ന അവസ്ഥയിലായതും അതുപോലെ തന്നെ പല രാഷ്ട്രീയ സാഹചര്യങ്ങളും ഈ വെടിനിർത്തലിലേക്ക് ഹമാസിനെ നയിക്കാനുള്ള സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇതെല്ലാം തന്നെ നാളെ നടക്കുന്ന ചർച്ചകളിലായിരിക്കും ഒരു അന്തിമ രൂപമാവുക. എന്ത് തന്നെയായാലും നാളെ നടക്കുന്ന ചർച്ച നാളിതുവരെ നടന്നതിനേക്കാൾ അതിശക്തമായ രീതിയിലുള്ളൊരു മുന്നേറ്റത്തിലേക്ക് വഴിതെളിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗൗതം. ഐസൺ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.